മികച്ച രീതിയിൽ പക്വതയോടെ മുതിർന്ന നേതാക്കളിൽ ഏറ്റവും മികച്ച രീതിയിൽ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നേതാവാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കെ മുരളീധരൻ. അദ്ദേഹം വടകര MP ആയിരുന്നപ്പോൾ തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ, പ്രത്യേകിച്ചും അവിടെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ വളക്കൂറുള്ള ഈറ്റില്ലമാക്കി അദ്ദേഹം മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് കെ മുരളീധരൻ അവിടേക്ക് വന്നത്. സ്വാഭാവികമായും അദ്ദേഹം കൃത്യമായും ആലോചിച്ചിരുന്നത് വലിയ തോതിൽ സംഘടനാ പ്രവർത്തനം നടക്കുകയും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയും എന്ന് തന്നെയായിരുന്നു. എന്നാൽ വലിയ തോതിലുള്ള അടിയൊഴുക്കുകൾ അവിടെ ഉണ്ടായി. അതിന് കാരണക്കാർ LDFകാർ തന്നെ എന്നുള്ളത് പിന്നീട് ബോധ്യപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടി കൃത്യമായി പോലീസിനെ വരെ LDF സർക്കാർ ദുരുപയോഗിച്ചു എന്നുള്ളതും വളരെ വ്യക്തമാണ്. എന്നിട്ടും ഒരു പരിഭവവുമില്ലാതെ നിലവിൽ MPയോ MLAയോ ഒന്നുമല്ലെങ്കിലും കോൺഗ്രസിന് വേണ്ടി സജീവമായി എല്ലാ മേഖലയിലും ഓടി നടക്കുന്നൊരു വ്യക്തിയാണ് കെ മുരളീധരൻ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന ജില്ല എന്നൊന്നില്ല. അദ്ദേഹം വട്ടിയൂർക്കാവ് MLA ആയിരുന്നപ്പോഴാണ് കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ മത്സരിക്കാൻ ചെന്നതും അവിടെ 85,000-ഓളം വോട്ടുകൾക്ക് P. ജയരാജനെ പരാജയപ്പെടുത്തിയത്. അതേ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ തുടരാം, അല്ലെങ്കിൽ കടും പിടുത്തം പിടിക്കാമായിരുന്നു. അതിന് പകരം തൃശ്ശൂരിലേക്ക് വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹം മനസ്സാലെ സ്വീകരിച്ച് അവിടേക്ക് പോവുകയാണ് ചെയ്തത്. ഇതാണ് അദ്ദേഹത്തിലെ പൊളിറ്റിക്കൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം കൃത്യമായി പറയുന്നു, തനിക്ക് വീണ്ടും നേമത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ നേമത്ത് കെ മുരളീധരൻ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ ശിവൻകുട്ടി ജയിക്കില്ലായിരുന്നു. കുമ്മനം രാജശേഖരൻ ജയിച്ചുകൊണ്ട് പോയനെ. കാരണം മുരളീധരൻ കാരണമാണ് കുമ്മനം രാജശേഖരൻ്റെ വോട്ട് കുറഞ്ഞതും കൃത്യമായും അദ്ദേഹം പരാജയത്തിലേക്ക് എത്തിയതും. അതിൻ്റെ ഒരു തനി ആവർത്തനം തൃശ്ശൂരിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇമ്പാക്റ്റ് പ്ലെയറിനെ പോലെയായിരുന്നു കെ മുരളീധരൻ അവിടെ വന്നത്. പക്ഷേ ആ ഒരു ഇമ്പാക്റ്റ് കൃത്യമായി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് എല്ലാ രീതിയിലും സാധിക്കാത്തപ്പോൾ ഉടനെ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായി. നിലവിലെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, കൊമ്പന നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനെ പോലെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ എന്നുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ സഹോദരി വർഗീയ പാർട്ടിയുമായി സന്ധി ചെയ്യാനും അതിലേക്ക് പോവുകയും കോൺഗ്രസ്സുകാർ ആരും കൊള്ളത്തില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലും കെ മുരളീധരൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, തൻ്റെ പിതാവിനെ വഞ്ചിച്ചത് സ്വന്തം മകളാണെങ്കിൽ പോലും അവരോട് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ നേതാവാണ് കെ മുരളീധരൻ. കെ കരുണാകരൻ ജീവിച്ചിരുന്ന കാലത്തും ഒരു സാഹചര്യത്തിലും വർഗീയവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടില്ല. താൻ ഉൾപ്പെടെ ഗ്രൂപ്പിസം കോൺഗ്രസിൽ വലിയ രീതിയിൽ വളർത്തിയെടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്നു. എന്നാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്രൂപ്പിസവും കൊണ്ട് കളിച്ചാൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് പേരോടെ പിഴുതെറിയപ്പെടാൻ സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം ചടുലമായ ഓരോ നീക്കങ്ങളും നടത്തുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. നേമത്തും വട്ടിയൂർക്കാവിലും BJP റിസൾട്ട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും, അതുപോലെ കോർപ്പറേഷനിൽ തിരുവനന്തപുരത്ത് കൂടുതൽ സീറ്റ് കിട്ടാൻ വേണ്ടിയും പരിപാടികൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു.